സെക്കൻഡും. റിവ്യൂ ബോംബിംഗ് തടയാൻ നിർദ്ദേശങ്ങളുമായി അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. സിനിമ റിലീസ് ചെയ്ത് ആദ്യ 48 മണിക്കൂർ റിവ്യൂ വേണ്ട എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളടങ്ങിയ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി സമർപ്പിച്ചു. വിഷ്ണു സുരേഷ് മറ്റു വിവരങ്ങളുമായി ചേർന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. സിനിമയുടെ നട്ടലൊടിക്കുന്ന ഒരു പരിപാടിയാണ്. ആദ്യത്തെ നിമിഷം തന്നെ ചില റിവ്യൂ കൊടുക്കുക മാത്രമല്ല, ഇതിൽ നിർമ്മാതാവിൻ്റെ പൈസ അടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ ചില റിവ്യൂവർ നടത്തിയിരുന്നു. അപ്പോൾ ഇതൊക്കെ പൊളിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണോ അമിക്കസ് ക്യൂറി കൊടുത്തിരിക്കുന്നത്? ഗുഡ് മോർണിംഗ്. അങ്ങനെയാണ് മലയാള സിനിമയെ സംരക്ഷിക്കേണ്ടതിന് ഈ റിവ്യൂ ബോംബിങ്ങിന് തടയിടണം എന്നുള്ളതാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ നിർമ്മാതാക്കൾ ഉൾപ്പെടെ ആ റിവ്യൂ ബോംബിങ് ഗുരുതരമായി സിനിമയെ ബാധിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഹർജി നൽകിയിരുന്നു. നിലവിൽ ഈ അമിക്കസ് ക്യൂറിയെ നിയമിക്കാനുള്ള കാരണം ഒരു നവാഗത സംവിധായകന്റെ സിനിമയുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ഈ റിവ്യൂവർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ആ സിനിമ പൂർണ്ണമായും തകർന്നു പോകുന്നൊരു പശ്ചാത്തലമുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം കോടതിയെ സമീപിക്കുകയും ഒടുവിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് അമിക്കസ് ക്യൂറിയോട് റിപ്പോർട്ട് നൽകാൻ പറയുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 33 പേജ് ഉള്ള റിപ്പോർട്ട് നൽകിയിരിക്കുന്നതിൽ പ്രധാനമായും 10ഓളം നിർദ്ദേശങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 ദിവസത്തിന് ശേഷം മാത്രമേ ഈ റിവ്യൂകൾ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. അത് കർശനമായി പാലിക്കണം എന്നുള്ളതുണ്ട്. അതോടൊപ്പം വ്യക്തി അധിക്ഷേപങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം. ഈ സിനിമാ താരങ്ങളെ എല്ലാം വ്യക്തിപരമായി അവരുടെ ബോഡി ഷേമിംഗ് ഉൾപ്പെടെ നടത്തുന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. പണം വാങ്ങി സിനിമയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളും ഈ റിവ്യൂ വിഭാഗങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർക്കെതിരെ ശക്തമായ നടപടി വേണം എന്നും ഈ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനോട് ഈ റിവ്യൂവുമായി ബന്ധപ്പെട്ട് ഒരു മാർഗനിർദ്ദേശം തയ്യാറാക്കാനും ഈ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ ഒരു നിർദ്ദേശമായി വെച്ചിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും കോടതിയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ചാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കേന്ദ്ര നിലപാട് കൂടി തേടിയ ശേഷമായിരിക്കും ഈ റിപ്പോർട്ട് നടപ്പാക്കുന്ന കാര്യത്തിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. എന്നാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എസ് കെ.